കഴിഞ്ഞ ആഴ്ചയിൽ ജീവിതം മടുക്കുന്നതെന്തുകൊണ്ട്, മടുക്കുമ്പോൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു ഹദീസും ആ ഹദീസിലുള്ള ഒരു ദുആഉം ജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു പ്രാർത്ഥന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഇവിടെ ഇല്ലാത്തവർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്, പിന്നെ മറ്റെന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന്. ആ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ദുഃഖങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഇല്ലാതാകാൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കനപ്പെട്ട ഒരു സമ്പത്താണ് യഥാർത്ഥത്തിൽ അത്. ആ പ്രാർത്ഥനയിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗം അല്ലാഹുമ്മ ജഅൽ അൽ ഖുർആനൽ അളീം റബീഅ ഖുലൂബിനാ എന്നായിരുന്നു. സങ്കടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ അല്ലാഹുവേ, ഈ മഹത്തായ ഖുർആനിനെ ഞങ്ങളുടെ മനസ്സിനുള്ള, ഞങ്ങളുടെ ഹൃദയത്തിനുള്ള വസന്തമാക്കി നീ മാറ്റണമേ. എന്താണ് യഥാർത്ഥത്തിൽ ഇത്? എങ്ങനെയാണ് ഖുർആൻ നമ്മുടെ മനസ്സംഘർഷങ്ങൾക്ക് മുമ്പിൽ സമാധാനം നൽകുന്ന ഒരു വസന്തകാലത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ ഖുർആൻ മാറുക? നമ്മളൊക്കെ ഖുർആൻ്റെ ആളുകളാണ്. ഖുർആൻ ഓതാറുണ്ട്, ഖുർആൻ പഠിക്കാറുണ്ട്, ഖുർആൻ ക്ലാസ്സുകളിൽ പോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഈ ഖുർആൻ നമ്മുടെ മനസ്സിനുള്ള, നമ്മുടെ ഹൃദയത്തിനുള്ള ഒരു വസന്തമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? എങ്ങനെയാണത് മാറുക? നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വസന്തമെന്ന് പറയുന്നത് ഒരു കാലത്തിൻ്റെ പേരാണ്, അല്ലേ? ഉഷ്ണകാലം, ഗ്രീഷ്മം, വസന്തം എന്നൊക്കെ പറയുന്നത്. വസന്തത്തിൻ്റെ പ്രത്യേകത, വസന്തത്തിൽ മഴയുണ്ടാകും, തണുപ്പുണ്ടാകും, പൂക്കളൊക്കെ വിടർന്നു നിൽക്കും, കായ്കളൊക്കെ നല്ല ഫലം തരും. വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതുപോലെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിനുള്ള വസന്തമാകണം, മനസ്സിനുള്ള വസന്തമാകണം. അതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചത്. ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെ ആകും, എങ്ങനെയാണതാവുക? എൻ്റെ വിമ്മിഷ്ടങ്ങൾക്ക്, എൻ്റെ പ്രതിസന്ധികൾക്ക്, എൻ്റെ മനസ്സംഘർഷങ്ങൾക്കുള്ള ഒരു സമാധാനം എന്ന നിലയ്ക്ക് ഇതെങ്ങനെ മാറും എന്നതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു കർഷകൻ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിസ്ഥലം ആദ്യം വൃത്തിയാക്കും, കളകളൊക്കെ പറിച്ചു മാറ്റി ആ മണ്ണിനെ ഒന്ന് ശുദ്ധീകരിക്കും. അതാണ് ആദ്യം ചെയ്യുക. പണ്ടുള്ള കർഷകരൊക്കെ ചെയ്തിരുന്നത് തീയിടും, കുറേ ചമ്മലൊക്കെ കൂട്ടിയിട്ട് തീയിടും. അപ്പോൾ അവിടെ വെണ്ണീറുണ്ടാകും. ഈ വെണ്ണീർ കൊണ്ട് ഈ ഭൂമി നന്നാകും. അല്ലെങ്കിൽ ഇത്തിലിടും, എന്നിട്ടത് നന്നാക്കും. അഥവാ ഭൂമി ഒന്ന് ശരിയാക്കും, എന്നിട്ടത് ഉഴുത് ശരിയാക്കി അതിലാണ് എന്തിടുക? വിത്തിടുക. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോഴേ അവിടെ നല്ല വസന്തമുണ്ടാകും, നല്ല കായ്ക്കനികൾ ഉണ്ടാകും, നല്ല പൂക്കളുണ്ടാകും. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നാം വൃത്തിയാക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി വിശ്വാസപരമായ കാര്യങ്ങളാണ്.
അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ദൃഢമായെങ്കിലേ അള്ളാഹുവിൻ്റെ സംസാരമാകുന്ന ഖുർആൻ നമുക്ക് സമാധാനം നൽകൂ. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതാകണമെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ഇയാളെന്തോ പറയുകയാണ് എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. നേരെ മറിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ ഈ സംസാരം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന് മനസ്സിന് വസന്തമായി അനുഭവപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നത് കൃത്യമായും നമുക്കാവശ്യമുള്ളതാണ്, അത്യാവശ്യമുള്ളതാണ്, നന്മയുള്ളതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് വിശ്വാസം നൽകേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഉച്ചരിക്കേണ്ട വാക്കുകളല്ല. നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഞാൻ അയാളെ വിശ്വസിച്ച് എൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അള്ളാഹുവിലുള്ള വിശ്വാസവും. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ എല്ലാ തരത്തിലുള്ള ചീത്ത വിശ്വാസങ്ങളിൽ നിന്നും ശുദ്ധമാക്കി നല്ല വിശ്വാസം, അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ, വിശ്വാസത്തോടൊപ്പം തന്നെ സ്വഭാവ സംസ്കരണമുണ്ടാകണം. ഒരു വിശ്വാസി ഇത് രണ്ടും ചേരുമ്പോഴാണ് അവൻ മുഅ്മിനായി തീരുന്നത്. ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. എനിക്ക് ഞാൻ തന്നെ മതി എന്ന ഒരു തോന്നൽ നമുക്കില്ലേ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ഒരു വിഷയമായിരുന്നു അത്. ഉജുബ്, ഞാൻ തന്നെ മതി എനിക്ക് എന്ന ഒരു തോന്നൽ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നു, ഞാൻ എന്നെ തന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞ് എനിക്ക് ഞാൻ മതി. എത്ര സ്ഥലത്താണത് നബി തിരുമേനി ഖുർആനൊക്കെ വിശദീകരിച്ചത്. ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പുകഴ്ത്തണ്ട, അത് ചീത്തയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നമ്മൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകൾ കാണണം എന്ന ചിന്ത വരുന്നു. അല്ലെങ്കിൽ ആളുകൾ കാണെ ചെയ്യുമ്പോൾ കൂടുതൽ ആ പ്രവർത്തനത്തിന് ഉന്മേഷമുണ്ടാകുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മുക്തമാകേണ്ടതാണ്, നമുക്ക് പാടില്ലാത്തതാണ്. അതല്ലെങ്കിൽ ചില ആളുകളോട് നമുക്ക് പക തോന്നുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു പക. നമുക്കറിയാം, പകയുടെ ആളുകളായി നാം മാറിയിട്ടുണ്ട്. എന്നിട്ട് ഈ പക പോക്കലുകൾ നടത്തുന്നു. നമ്മൾ മുഅ്മിനുകളാണ്, നമ്മുടെ ഹൃദയത്തിൽ ഇതൊന്നും പാടില്ല, നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം പകയുടെ ആളുകളാകുന്നത്. അസൂയ വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം മാരകമായ ഒരു വിപത്താണ് അത് എന്ന്. നിഫാഖ് വരുന്നു, കാപട്യം. നിഫാഖും അസൂയയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുപ്പത്തിൽ താക്കീത് നൽകിയ വിഷയങ്ങളാണ്. ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മനസ്സിൽ, ഹൃദയത്തിൽ ഒരിക്കലും ഖുർആൻ സമാധാനം നൽകുകയില്ല. എവിടെയാണ് നിങ്ങൾ ഈ ഖുർആൻ സമാധാനം നൽകും എന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ എനിക്ക് കിട്ടാത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിൻ്റെ ഉത്തരം അതാണ്. നമ്മുടെ കൃഷിയിടം നമ്മൾ ശരിയാക്കിയിട്ടില്ല. നമ്മുടെ കൃഷിയിടം നമ്മുടെ കൽബാണ്. ആ കൽബിൽ റബീഉണ്ടാകണം, വസന്തമുണ്ടാകണം, സമാധാനമുണ്ടാകണം എന്നാ ചോദിച്ചത്. അപ്പോൾ ആ സ്ഥലം ശരിയാക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല നാട്ടിൽ, നല്ല ഭൂമിയിൽ അതിലെ സസ്യങ്ങൾ നന്നായി അതിൻ്റെ റബ്ബിൻ്റെ അനുവാദത്തോടുകൂടി നന്നായി തഴച്ചു വളരും. യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നന്നായി മുളച്ചു വരും. നല്ല ഭൂമി അങ്ങനെയാണ്, നന്നായി മുളച്ചു വരും. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദ. ചീത്ത ഭൂമിയാണെങ്കിലോ, മോശമായ ഭൂമിയാണെങ്കിലോ ശുഷ്കമായ അതിൽ സസ്യങ്ങൾ മുളച്ചു വരും. കാണാനൊന്നും ഒരു ഇമ്പുണ്ടാവില്ല. അതിന് കൃത്യമായി ധാന്യങ്ങളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇല്ലാ നകിദ, വളരെ ശുഷ്കമായിരിക്കും. അല്ലേ? എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, കദാലിക നുസർരിഫുൽ ആയാത്ത്. ഇങ്ങനെയാണ് അള്ളാഹു അവൻ്റെ ആയത്തുകളെ വിശദീകരിച്ചു തരുന്നത്. ലിഖൗമി യഷ്കുറൂൻ, ശുക്റുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും.
അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന സമൂഹത്തിന് ഇത് മനസ്സിലാകും എന്ന്. അപ്പോൾ ഒന്നാമതായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് വസന്തമായി അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയവും മനസ്സും ശുദ്ധമായിരിക്കണം. അഖീദ കൊണ്ട് ശുദ്ധമാകണം, വിശ്വാസം കൊണ്ട് ശുദ്ധമാകണം, അഖ്ലാഖ് കൊണ്ട്, സ്വഭാവം കൊണ്ടും ശുദ്ധമാകണം. ഇത് പരമപ്രധാനമാണ്. ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടത്, നോക്കൂ, നമ്മൾക്ക് എപ്പോഴൊക്കെ അസ്വസ്ഥത വരുന്നോ, സമാധാനക്കേട് വരുന്നോ, മനസ്സിന് ഇടുങ്ങൽ വരുന്നോ, അവിടെയൊക്കെ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കണം. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? നോക്കണം. എൻ്റെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ അഖ്ലാഖിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. രണ്ടാമതായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ തന്നത് എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വാചകം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിനെ നാം തിലാവത്ത് ചെയ്യണം. തിലാവത്ത് എന്നതിന് ഒരുപാട് ആശയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരാശയമാണ് വായന എന്ന് പറയുന്നത്, പാരായണം എന്ന് പറയുന്നത്. സാധാരണ പാരായണത്തിന് തിലാവത്ത് എന്ന് പറയുകയില്ല. നമ്മൾ പത്രം വായിക്കാറുണ്ട് രാവിലെ, അതിന് അറബി ഭാഷയിൽ തിലാവത്ത് യത്ലു എന്ന് പറയുകയില്ല. മറിച്ച് തല എന്ന പദത്തിന്റെ ഭാഷാർത്ഥം ഫോളോ അപ്പ് എന്നാണ്. അതിനെ നിരന്തരം അതിൻ്റെ പിന്നാലെ പോവുക, അതാണ് തല. അള്ളാഹുവിൻ്റെ ഖുർആൻ, സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളത് പാരായണം ചെയ്യണം. പക്ഷെ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? എപ്പോഴെങ്കിലും, തോന്നുമ്പോൾ, എവിടെയെങ്കിലും അല്ല. അതിനൊരു സംസ്കാരമുണ്ട്, ഒരു രീതിയുണ്ട്, പാരായണ മര്യാദയുണ്ട്, പാരായണ രൂപമുണ്ട്, അതിനൊരു ഫോളോ അപ്പ് വേണം. എന്തിനാണ് സഹോദരങ്ങളെ ഖുർആൻ 30 ജുസുകളാക്കി തന്നത്? എന്തിനാണ് ഖുർആൻ 114 അധ്യായങ്ങളാക്കി തന്നത്? എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വായിച്ചാൽ മതിയോ? പോരാ, അത് കൃത്യത വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു നല്ല നോവൽ വായിക്കുകയാണെങ്കിൽ എങ്ങനെ വായിക്കാം? ഒരു പേജ് മറിച്ച് പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേറൊരു പേജ് മറിച്ച്, അങ്ങനെയാണ് അല്ലല്ലോ. അതിൽ ഫോളോ അപ്പ് കിട്ടണില്ലല്ലോ. എന്തേ? ഒരു നോവൽ വായിക്കുമ്പോഴുള്ള ഒരു അനുഭൂതിയെങ്കിലും അല്ലെങ്കിൽ ഒരു രീതിയെങ്കിലും വായനാശാസ്ത്രത്തിൽ ഖുർആനിന് വരാത്തത്, അത് വരണം. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഖുർആനിനെ നോക്കൂ, ഈ ഖുർആൻ അടയാളം വെച്ചത്, ഖുർആൻ വായിച്ചു വെച്ചത് ഒരടയാളം വെക്കാതെ ഓർക്കാൻ നമുക്കാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരടയാളം വെക്കാതെ ഒന്ന് ഓർക്കാൻ. എന്റെ സഹോദരങ്ങളെ, ഈ സമാധാനത്തിന്റെ കേന്ദ്രമാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമിനെ അപ്രകാരമെങ്കിലും ഓർക്കാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നത്. എത്രയെത്ര പുസ്തകങ്ങളുണ്ട് അടയാളം വച്ചിട്ടില്ലെങ്കിൽ എവിടെ അവസാനിച്ചു, എവിടെ വരെ ഞാൻ വായിച്ചു എന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പേജ് കണ്ടിട്ട് ഓർമ്മിക്കൂലേ? അല്ലേ? അതിലെ സംഭവങ്ങൾ ഓർത്തിട്ട് ഓർമ്മിക്കൂലേ? അതുകൊണ്ട് തിലാവത്തുണ്ടാകണം. തിലാവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കേവല പാരായണമല്ല, അശ്രദ്ധയോടുകൂടിയുള്ള പാരായണമല്ല, സീരിയസ് റീഡിംഗ്. അതാണ് യഥാർത്ഥത്തിൽ തിലാവത്ത് എന്ന് പറയുന്നത്. അതുണ്ടാകണം. അവർക്ക് യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമയം ചെലവാക്കിയാൽ അത് പോകൂലെന്നർത്ഥം. ഇതിന് നമ്മളൊരു കുറച്ച് അധ്വാനിച്ചാൽ അത് പോകൂലെന്നർത്ഥം. അത് ലാഭമായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിനെ നാം കേൾക്കണം. എത്ര പേര്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാണ്, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണ്ടേ? എന്ത് ചെയ്യണം? ഫഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ അതിനെ കേൾക്കണം. വഅൻസിതു, നിങ്ങൾ ശാന്തമാകണം. കേവല കേൾവിയല്ല, അല്ലേ? ഇപ്പോ നമുക്ക് ഈ ഇസ്തിമാഉം ഇൻസാത്തും മനസ്സിലാകേണ്ടത്, ഏറ്റവും കൂടുതൽ മനസ്സിലാകേണ്ടത് നമുക്ക് വിശ്വാസികൾക്ക്.
എത്ര സ്ഥലത്താ ഇബാദത്തുകൾ അഖിലം ആവശ്യപ്പെടുന്നത് ഇസ്തിമാഉം ഇൻസാത്തുമാണ്. കേൾക്കണം, കേട്ടാൽ പോരാ, ശാന്തമായി കേൾക്കണം, ശാന്തമായി കേൾക്കണം. കേൾവിക്ക് തടസ്സമാകുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങളിലുണ്ടോ അതിനെയൊക്കെ സൈലന്റ് ആക്കണം. അതാണ് വാൻസിത്തു എന്ന് പറഞ്ഞ, അതിനൊക്കെ സൈലന്റ് ആക്കണം. അങ്ങനെയാണ് ഖുർആൻ കേൾക്കുന്നത്. അപ്പോഴോ ലഅല്ലക്കും തുർഹമൂൻ, അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. അള്ളാഹുവിന്റെ റഹ്മത്താണ് ആ സമാധാനം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ പാട്ടുകൾ കേൾക്കാറില്ലേ? ഇഷ്ടപ്പെട്ട പാട്ടുകാരുടെ പാട്ടുകൾ എങ്ങനെയാണ് കേൾക്കാറുള്ളത്? നമുക്കറിയാലോ എങ്ങനെ കേൾക്കാറ്. നന്നായി ശ്രദ്ധിച്ച് കേൾക്കൂലേ? എത്രയോ തവണ കേട്ടതായിരിക്കും, എന്നാലും കേൾക്കും. കേൾക്കുക മാത്രമല്ല, ഇസ്തിമാ ഉണ്ട്, ഇൻസാത്തുണ്ട്. അനുഭവിച്ചും ആസ്വദിച്ചുമാണ് കേൾക്കാറുള്ളതല്ലേ? ഭയങ്കര പ്രശ്നം, എനിക്ക് ഒരു ടെൻഷനുണ്ടായി. അപ്പോഴോ ഞാൻ നല്ലൊരു പാട്ട് കേട്ടു. ഇങ്ങനെ പാട്ട് കേട്ടപ്പോൾ ടെൻഷൻ പോയത് ഇത് രണ്ടും ഉണ്ടായതുകൊണ്ടാണ്. ഇസ്തിമാഉം ഇൻസാത്തുമുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഅ്മിനുകളുടെ സംസ്കാരമാണ് ഇസ്തിമാ ഇൻസാത്ത്. നമ്മൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഒക്കെ ഒരു തരം അധര വ്യായാമമായി മാറി ഇബാദത്തുകൾ എന്നതാണ്. നമ്മളോട് ഈ അദാൻ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്കിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ബാങ്കിന് ഉത്തരം ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നമ്മളെങ്ങനെ ഉത്തരം ചെയ്യലൊന്ന് ആലോചിച്ചു നോക്കും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല സദസ്സുകളും ബാങ്ക് കേൾക്കുമ്പോൾ ആ സദസ്സിൽ നടക്കുന്ന പരിപാടിയൊക്കെ നിർത്തിവെക്കും. എന്നിട്ട് ഭയങ്കര ബഹളമായിരിക്കും. ഇൻസാത്തല്ല, ഇല്ലല്ലോ. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ടു, നമ്മളോ മറുപടി പറയുന്നുണ്ട്, പക്ഷെ എന്തില്ല? ഇസ്തിമാഇല്ല. നോക്കൂ, ഇങ്ങനെ നമ്മൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലം എത്ര ശക്തമാണ്. ഇതിന് ഇസ്തിമാ ഇൻസാത്തിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഖുർആൻ എല്ലാവരും കേൾക്കണം. കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലത് നമുക്ക് ഖുർആനാകണം. കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലത്. നിങ്ങൾ ആലോചിക്കുക, ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും, ഇപ്പോൾ നമ്മൾ പലതുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഇതിനെ മാറ്റി ഖുർആനിനെ വെച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് കാണാം. അത്യത്ഭുതകരമാണ് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ഈ അമാനുഷികത എന്ന് പറയുന്നത്, കേൾവി എന്നത്. കേൾക്കണം എല്ലാവരും. കുട്ടികളൊക്കെ നന്നായി പാരായണം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അടുത്തിരുന്ന് പോയിരിക്കുക, എന്നിട്ട് കേൾക്കുക, എല്ലാം ശാന്തമാക്കി കേൾക്കുക. അപ്പോൾ റഹ്മത്ത് ഇങ്ങനെ വരും ജീവിതത്തിൽ. അനുഭവിക്കേണ്ടതാണത്. അതൊരു സംസാരത്തിലൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. നാലാമതായി, ഖുർആൻ നമുക്ക് ഹൃദയത്തിന്റെ വസന്തമാകാൻ ശ്രദ്ധിക്കേണ്ടത് ഖുർആനിന്റെ ആശയം നമ്മൾ ഗ്രഹിക്കണം. നിങ്ങൾ ആലോചിക്കുക, ഒരു ചൈനീസ് ഭാഷയിലുള്ളൊരു ബുക്ക് നമുക്ക് കിട്ടിയാൽ നമ്മൾ എത്ര ദിവസം വായിക്കൂലല്ലോ. എന്താ കാര്യം? എന്താന്ന് മനസ്സിലാകില്ല. പക്ഷെ ഖുർആന്റെ പ്രത്യേകത മനസ്സിലാകാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട്. നിങ്ങൾ ഹജ്ജിനൊക്കെ പോയപ്പോൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഉംറക്ക് പോയപ്പോൾ കണ്ടിട്ടില്ലേ, മനുഷ്യന്മാർ ഇരുന്നങ്ങനെ പാരായണം ചെയ്യാം, വായിക്കുക. നമുക്കറിയാം ആ പാരായണം ചെയ്യുന്നവന് ഇതറിയില്ല എന്ന്, ഭാഷ അറിയില്ല. എന്നാലും നോക്കൂ, പല ഈ ഖുർആൻ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, ലോകത്ത് നടക്കുന്ന ഖുർആൻ മത്സരങ്ങളിലൊക്കെ അറബികളെക്കാൾ അതിശക്തമായി മുന്നേറാറുള്ളത് അനറബികളാണ്. അവരുടെ ഭാഷയല്ല അറബി. എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അറിയും കൂടി ചെയ്താലോ? അതറിയാനാണ് അതിൻ്റെ ആശയം ഗ്രഹിക്കണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിക്കണം. ആശയം ഗ്രഹിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ അതൊരു വസന്തമായ അനുഭവം, വസന്തമായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അത് വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഖുർആനിൻ്റെ ആശയം അറിയുക എന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ, ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനിനെ നാം യസ്സർനൽ ഖുർആൻ, എളുപ്പമാക്കി തന്നിരിക്കുന്നു. തീർച്ചയായും എളുപ്പമാക്കി തന്നിരും. എന്തിനെളുപ്പം? എല്ലാറ്റിനും എളുപ്പമാണ്. എല്ലാറ്റിനും എളുപ്പം. നമ്മൾ ഒരുങ്ങിയാൽ മതി. ഒരു ദിവസം ഖുർആനിലുള്ള ഒരു വാക്ക് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാൽ, ആഗ്രഹിച്ചാൽ മതി സഹോദരന്മാരെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഖുർആനിന്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയും.
ഒരു വർഷം കൊണ്ട് നോക്കൂ, ഒരു ദിവസം ഒരു വാക്ക്, നാം ഖുർആനിലുള്ള ഒരു വാക്ക് ആശയം ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ഒരു വർഷം കൊണ്ട് ഖുർആൻ സമ്പൂർണമായി ഗ്രഹിക്കാൻ സാധിക്കും. ഞാൻ തമാശ പറയുന്നതല്ല, അത്ഭുതം പറയുന്നതല്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. 365 വാക്കുകൾ ഖുർആനിൽ നിന്ന് പഠിച്ചാൽ തീർച്ചയാണ് ഖുർആന്റെ ആശയം ഗ്രഹിക്കാൻ കഴിയും. അതിങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. അത് 2 വാക്കാക്കിയാലോ? എത്ര വാക്കുകളാണ് നമ്മളൊക്കെ പഠിച്ചതല്ലേ? ഏതൊക്കെ അന്യഭാഷകളിലുള്ള അന്യരാജ്യങ്ങളിലെ ആളുകളുമായാണ് നമ്മളൊക്കെ ക്രയവിക്രയം നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത്. എത്ര എളുപ്പ പഠിച്ചെടുത്തത്. അള്ളാഹുവിന്റെ ഈ സംസാരം ഗ്രഹിക്കണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? എന്നോട് എന്റെ റബ്ബ് സ്നേഹത്തോടുകൂടി യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ലേ വിളിച്ച്? എനിക്ക് മനസ്സിലായണ്ടേ അതെന്താന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് 4ാമതായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. എളുപ്പമാണ്, ഞാൻ പറഞ്ഞു, വളരെ എളുപ്പമാണ്. ആരും ഇത് പ്രയാസമാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ പിശാചാണ്, അവൻ ശൈത്താനാ. അത് നമ്മൾ മനസ്സിലാക്കണം. 4ാമതായി ശ്രദ്ധിക്കേണ്ട സുഹൃത്തുക്കളെ, ഖുർആൻ കൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. ഖുർആൻ എന്തിനുള്ളതാണ്? അമൽ ചെയ്യാനുള്ളതാണ്. അത് വായിച്ച് തള്ളാനുള്ളതല്ല. പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റ് വാങ്ങി സമ്മാനം വാങ്ങി തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് അമൽ ചെയ്യണം, പ്രവർത്തിക്കണം. ഖുർആനിലെ ഓരോന്നും നമ്മളോടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കൽപ്പനയാണ്. ഏതും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സഹാബത്ത് അങ്ങനെയായിരുന്നു. ഒരായത്ത് വായിച്ച് പഠിച്ച് അടുത്തത് അത് പ്രവർത്തിക്കലായിരുന്നു. ഏതായത്തും ഉദാഹരണം പറഞ്ഞു നോക്കൂ നിങ്ങൾ. നമുക്കൊക്കെ അറിയുന്ന ഒരു വചനമാണ് ഖുർആനിൽ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. എല്ലാവർക്കും അറിയാലോ, ആരും അറിയാത്തതില്ല. ഭയങ്കര ഗൗരവമുള്ള വാക്കാ പറഞ്ഞു. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസത്തും ലുമസത്തും 2 ചീത്ത സ്വഭാവങ്ങളാണ്. ഒന്ന് മനുഷ്യനെ പരിഹസിക്കലാണ്. മനുഷ്യൻ ഇപ്പോൾ എന്നെ പരിഹസിക്കാൻ ഞാൻ അറിയാതെ, അതാണ് എന്ത് ലുമസത്ത് പറഞ്ഞു. ഭയങ്കര മോശ, ചീത്തയാണ്, വൈല് എന്നാ പറഞ്ഞു. 2ാമത്തേത് ഹുമസത്ത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായി പണം സമ്പാദിക്കലാണ്. അനാവശ്യം എന്ന് പറഞ്ഞാൽ, പണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സിദ്ധാന്തം അനുസരിച്ച് സമ്പത്തെന്ന് പറയുന്നത് സമ്പാദിക്കൽ അനുവദനീയമാണ്. പക്ഷേ അതുകൊണ്ട് ക്രയവിക്രയം നടത്തണം, അത് കെട്ടിപ്പൂട്ടി വെച്ചുകൂടാ. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ഒരിക്കലും പാടില്ല, നിഷിദ്ധമാണ്. ഭൂമി പോലും കൃഷി ചെയ്യാതെ ഇടാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഗവൺമെന്റ് ആ ഭൂമി പിടിച്ചെടുക്കും, എന്നിട്ട് കൃഷി ചെയ്യും. അതാണ് നിയമം. സ്വത്തും സമ്പത്തും ഒക്കെ അങ്ങനെയാണ്. അത് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് മാർക്കറ്റിൽ വ്യയം ചെയ്യപ്പെടണം, ഉപകാരപ്പെടണം സമൂഹത്തിന്. അങ്ങനെ ചെയ്യാത്തവർക്ക് നാശം. അതാണ് ഈ ആയത്ത് വായിച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ മാറണം നിങ്ങൾ ആലോചിച്ചു ജീവിതത്തിൽ. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആൻ വായിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കും. നമുക്ക് ആശ്വാസം നൽകുന്ന എത്ര വചനങ്ങളാണ് ഖുർആൻ കൊണ്ട് അമൽ ചെയ്താൽ ആശ്വാസം കിട്ടുന്ന എത്ര വചനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ കൊണ്ട് നമ്മൾ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ കുടുങ്ങൂട്ടും. അമൽ ചെയ്താലോ ഇവിടുന്ന് തന്നെ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. നമ്മളത് ശരിക്ക് ശ്രദ്ധിക്കണം. ഒരായത്ത് പഠിക്കുമ്പോൾ, ഖുർആൻ ക്ലാസ്സിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരായത്ത് പഠിക്കുമ്പോൾ ആ ആയത്ത് എനിക്ക് അമൽ ചെയ്യാനുള്ളതാണ്, അല്ലാതെ വെറുതെ പറയില്ലല്ലോ. അല്ലാഹ് വെറുതെ പറയില്ല, തമാശ പറയില്ല. എനിക്ക് അമൽ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അമൽ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ. അപ്പോ ഖുർആൻ നമുക്ക് റബിയ ഖൽബി, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നതായി മാറും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഖുർആൻ കൊണ്ട് നമുക്ക് തർബിയത്ത് നടത്താൻ സാധിക്കണം. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു നല്ല പദമാണ്, ആളുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്.
ഒരു വളർത്തൽ, ഒരു പാരന്റിംഗ് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ തർബിയത്ത് എന്ന് പറയുന്നത്. വിശേഷിച്ചും നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, ഖുർആൻ കൊണ്ട് തർബിയത്ത് നടത്താൻ നമുക്കാവണം. അതിനുള്ള സംവിധാനങ്ങൾ എവിടെയുണ്ടോ ആ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ കൊണ്ട് തർബിയത്ത് നടത്തണം. ഖുർആൻ കേവല പഠിപ്പിക്കലല്ല, കേവല അർത്ഥം പഠിപ്പിക്കലല്ല, ആ ഖുർആനിന്റെ കൂടെ ജീവിക്കുന്ന, ഖുർആൻ ജീവിക്കാനുള്ള ഒന്നായി മാറുന്ന രീതിയിലുള്ള ഒരു കാര്യം, അതാണ് തർബിയത്ത്. ഖുർആൻ കൊണ്ടുള്ള തർബിയത്ത് സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. ആ സംവിധാനങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ആ ഒരു സംസ്കാരമുണ്ടാകണം. അത് ഇതിലൂടെയൊക്കെ പ്രത്യേകിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഖുർആനെ കുറിച്ചുള്ള ഒരു ബോധം ആ മക്കളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള സംസാരം, ഉള്ള പെരുമാറ്റം, ജീവിത രീതി അങ്ങനെയൊക്കെ ആയി മാറ്റണം. ഈ രീതിയിൽ നാം മാറാൻ ശ്രമിച്ചാൽ തീർച്ചയാണ് ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് വസന്തം നൽകുന്ന, സമാധാനം നൽകുന്ന ഒന്നായി മാറും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ ഈ രീതിയിൽ മാറണം എന്നാഗ്രഹിക്കുന്നവർ, ഈ രീതിയിൽ എന്നെ മാറ്റണം എന്ന് ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഖുർആൻ നമ്മൾ വായിക്കുന്ന സ്ഥലം അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം പറയുന്നത് ബഈദൻ അനിശ് ശവാഗിലി വത്തൗത, ഒച്ചപ്പാടുകളും ബഹളങ്ങളുമില്ലാത്ത സമാധാനാന്തരീക്ഷത്തിലായിരിക്കണം ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. കാരണം നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. നമുക്കറിയാലോ, നമ്മൾ സീരിയസ് ആയിട്ട് ചില കാര്യം കേൾക്കുമ്പോൾ ആരെങ്കിലും ബഹളം വെച്ചാൽ നമുക്ക് പ്രശ്നമാണ്. ഖുർആന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അങ്ങനെ ബഹളത്തിനിടയിലായാൽ പോലും ഖുർആൻ അത്യത്ഭുതകരമായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ സഹാബത്ത് ഖുർആൻ ഓതിയപ്പോൾ അത് ഒളിച്ചിരുന്ന് കേട്ടവർ, കേൾക്കുന്നവർ കേൾക്കാതിരിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത്? അതാണ് അവർ പറഞ്ഞു തന്നെ, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി, ഈ ഖുർആൻ കേൾക്കരുത്, ഒച്ചപ്പാടുണ്ടാക്കണം, ലഅല്ലക്കും തഗ്ലിബൂൻ, എന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും. പറ്റുമെങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിലായിരിക്കണം അത് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തേത്, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ദൈനംദിനമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, തോന്നുമ്പോഴല്ല, നമുക്ക് കൃത്യമായ ഒരു രീതി ഉണ്ടാക്കണം. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഖുർആൻ പാരായണം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. എല്ലാ ദിവസവും, അതെപ്പോഴെങ്കിലല്ല, തോന്നുമ്പോഴല്ല. ഈ തോന്നുമ്പോൾ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. മൂന്നാമത്തേത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ വചനം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം എന്നായിരിക്കണം. ആ വചനം നമ്മളൊരു സൂറത്ത് ഓതുകയാണെങ്കിൽ ആ സൂറത്തുൽ മുൽക്ക് എല്ലാവരും മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലും പാരായണം ചെയ്യാറുണ്ടാകും. നമുക്കറിയാം, സൂറത്തുൽ മുൽക്ക് അദാബുൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖബറിന്റെ ശിക്ഷയിൽ. അപ്പോൾ നമ്മളതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും അദാബുൽ ഖബറിൽ നിന്ന് ഈ സൂറത്ത് എന്നെ രക്ഷപ്പെടുത്തുക, എങ്ങനെ അത് എന്നിൽ സ്വാധീനിക്കണം എന്നത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം അത് ഓതേണ്ടത്. അങ്ങനെ കുറേ ചിന്തിച്ചോതുമ്പോൾ സ്വാഭാവികമായി അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, നമ്മളിലേക്ക് ആ സ്വാധീനം എത്തും എന്നതാണ്. നാലാമതായി, ഖുർആൻ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിലായിരിക്കണം. ചില ആൾക്കാർ ഉറക്കത്തിലൊക്കെയാണ് ഖുർആൻ അല്ലേ, എന്താ പറയണതന്നെ ചിലപ്പോൾ, ഓതുന്നതന്നെ ചിലപ്പോൾ തെറ്റിപ്പോകാറും. അങ്ങനെയല്ല, മനോഹരമായ സയ്യിനൂ അസ്വാത്തക്കും ബിൽ ഖുർആൻ, അല്ലെങ്കിൽ സയ്യിനൂ അൽ ഖുർആന ബി അസ്വാത്തിക്കും, അങ്ങനെയാണ്, മനോഹരമായിരിക്കണം. അതുകൊണ്ടാണ് ഖുർആന് പ്രത്യേകമായി പാരായണ ശാസ്ത്രം വന്നത്. മറ്റു വേദങ്ങൾക്കൊന്നുമില്ലാത്ത സവിശേഷതയാണ് ഖുർആനിന്. ഇൽമു തജ്വീദ് എന്ന് പറഞ്ഞൊരു പാരായണ ശാസ്ത്രം തന്നെയുണ്ട്. ആ രീതിയിലായിരിക്കണം അത് നാം ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമതായി, ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് നമ്മൾ പാരായണം ചെയ്യാം. പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ പാരായണം ചെയ്തതിലുള്ള ഒരു വചനത്തിൻ്റെയെങ്കിലും ആശയം നാം ഗ്രഹിച്ചവരായിരിക്കണം.
ഇപ്പൊ ചെറിയ സൂറത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ സൂറത്തുൽ ഹുമസ നമ്മൾ ഓതി, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും ഓതാറുണ്ടല്ലോ കടന്നുറങ്ങുമ്പോൾ. നമുക്കറിയാം അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഇഖ്ലാസ് എന്താണ് നമുക്ക് നൽകുന്നത്? അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതാണ്. അപ്പൊ അതിന്റെ ആശയം ഏറ്റവും ചുരുങ്ങിയ രീതിയിലെങ്കിലും ഒരു സംഗ്രഹ രൂപത്തിലെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി ഈ രീതിയിൽ നമ്മൾ ഖുർആനിനെ സമീപിച്ചാൽ ഖുർആനിലെ ചില വചനങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തും, ആവർത്തിക്കും നമ്മൾ ആ വചനം. അത് ഖുർആന്റെ മാത്രം സവിശേഷതയാണ്. അത് പിടിച്ചവിടെ നിർത്തും, എന്നിട്ട് ആവർത്തിക്കും, വീണ്ടും വീണ്ടും വായിപ്പിക്കും. നമ്മൾ ഖുർആൻ വായിപ്പിക്കും, അള്ളാഹു വായിപ്പിക്കും, വീണ്ടും വീണ്ടും. അതൊരു വല്ലാത്ത സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരങ്ങളിൽ പോലും ചില വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു സ്വാധീനമാണ്. സ്വാധീനിക്കുമ്പോൾ അത് നമ്മൾ ആവർത്തിച്ച് പറയുമല്ലോ. നമ്മളെ സ്വാധീനിച്ച ഒരു പാട്ടിന്റെ ഈരടി നമ്മളെപ്പോഴും പാടൂലേ? അതേപോലെ ഇത് നമ്മളെ വല്ലാതെ ആവർത്തിക്കുക മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ അതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷയിൽ പറഞ്ഞാൽ അതിനോട് തജാവുബ് നടത്തുന്ന ഉത്തരം ചെയ്യും. ഉദാഹരണമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും, എന്നിട്ട് ചോദിക്കും, അള്ളാഹുവേ ആ റഹ്മത്ത് എനിക്ക് നീ നൽകണമേ. ജന്നത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആവേശമുണ്ടാകും, നമ്മൾ ജന്നത്തിനെ അള്ളാഹുവിനോട് ചോദിക്കും. തിരിച്ചും ശിക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ, പ്രതിസന്ധികളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ കാവലിനെ തേടും. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആവർത്തിച്ച് പാരായണം ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് അതെത്തുമ്പോഴാണ്. ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, ഖുർആൻ എടുത്തു വച്ചാൽ നമ്മുടെ ഈമാൻ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഖുർആൻ എടുത്തു വച്ചാൽ നമുക്ക് വെറുപ്പ് വരുന്നുണ്ടോ, മടി വരുന്നുണ്ടോ, ഉറക്കം വരുന്നുണ്ടോ, വായിക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ, ഖുർആൻ ക്ലാസ്സിന് പോകണ്ടെന്ന് തോന്നുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനർത്ഥം നമ്മുടെ ഈമാൻ തെറ്റിയിട്ടുണ്ട് എന്നാണ്. ദുർബലമായിട്ട് നല്ല തെറ്റിപ്പോയി. ഭയങ്കര ടെസ്റ്റ് ഡോസായി. ഇത്ര നല്ല ഒരു ടെസ്റ്റ്, ഈമാനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇത്ര നല്ലൊരു സാധനം വേറെയല്ല. നിങ്ങൾ ആലോചിച്ചു, എല്ലാത്തിനും നമുക്ക് സമയമുണ്ടാവും. എന്തിനു സമയമല്ല? ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ, ആ ക്ലാസ്സിന് പോകാൻ നമുക്ക് സമയമല്ല. ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും. എല്ലാത്തിനും സമയമുണ്ട്. 1-2 മണിക്കൂർ ജിമ്മിൽ പോകാൻ ഒരു പ്രശ്നവുമില്ല. 10 മിനിറ്റ് കഴിയണില്ല. എന്തേ? ഒന്നുമില്ല, ഭയങ്കര സമയമല്ല, ബിസിയാണ്. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇത് ഈമാനിനുള്ള ഒരു ടെസ്റ്റാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ഇനിയും നമ്മളും നമ്മുടെ മക്കളൊന്നും സമാധാനത്തിന് വേണ്ടി എവിടെയും അലയണ്ട. അത് നമ്മളെ കയ്യിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ സമാധാനം. നമ്മൾ അതിനെ ഒന്ന് വളർത്താൻ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന, വസന്തമാക്കി തീർക്കുന്ന ഒരു മഹാ അത്ഭുതമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റിത്തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്ത 2 ദിവസങ്ങളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളത്ത് വെച്ച് നമ്മുടെ കുട്ടികളുടെ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തിപ്രകടനമല്ല യഥാർത്ഥത്തിൽ സമ്മേളനങ്ങൾ, മറിച്ച് ഒരു തെർബിയത്തിന്റെ രീതി, തെർബിയത്തിന്റെ രൂപമാണ് യഥാർത്ഥത്തിൽ സമ്മേളനങ്ങൾ. അവിടെ പരിചയപ്പെടുത്തുന്നത്, അവിടെ സംസാരിക്കുന്നത്, വിശദീകരിക്കപ്പെടുന്നതൊക്കെ നമ്മുടെ മക്കളുടെ, നമ്മുടെ യുവസമൂഹത്തിന്റെ ഭാവി ജീവിതത്തിലേക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. അതിൽ പങ്കെടുക്കാൻ നമ്മുടെ കുട്ടികൾ, യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒറ്റപ്പെട്ടു പോയാൽ ചെന്നായ പിടിച്ചു പോകും. ചെന്നായകൾ ധാരാളം നമ്മുടെ ചുറ്റും നടക്കുക. ഇതെന്റെ ഭാഷയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്. ചെന്നായകൾ നടന്നുകൊണ്ടേയിരിക്കണം. എങ്ങനെയെങ്കിലും കിട്ടണം എന്നാഗ്രഹിക്കുന്നത് ഈ ഉമ്മത്തിലെ ഒരുത്തനെ കിട്ടണം, അതാണ് ആവശ്യം. വേറെ ആരും ആവശ്യമില്ല. അത് കുറച്ച് ക്വാളിറ്റി ഉള്ളവനെ കിട്ടിയാൽ, ഒരു ക്വാളിറ്റിയുള്ള കുടുംബത്തിൽ നിന്ന് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെന്നായകളിൽ പെട്ടുപോകാതിരിക്കാൻ
നമ്മളൊരു സമൂഹത്തിൻ്റെ കൂടെയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരുമിച്ച് കൂടലുകളൊക്കെ നമുക്ക് നല്ല ഗുണപ്രദമാകുന്നതാക്കി മാറ്റിത്തരുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, ഈ ദീനനുസരിച്ച് ജീവിക്കുന്നവരെ നശിപ്പിക്കുവാനും ആക്രമിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ യഥാർത്ഥത്തിലുള്ള ബോധം നൽകണമേ. അവരുടെയൊക്കെ അത്തരം ശ്രമങ്ങൾ നീ പരാജയപ്പെടുത്തണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. ജിഹാദിന്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്തും ഈമാനും അവർക്ക് നീ നൽകണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, യഹൂദികളിൽപ്പെട്ട മോശമായ ആളുകൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നു, നശിപ്പിക്കുന്നു. റഹ്മുർ-റഹീമായ റബ്ബേ, അവരെ നീ പാഠം പഠിപ്പിക്കണമേ. അല്ലാഹുവേ, നിന്റെ അത്ഭുതങ്ങളും ആയത്തുകളും അവരിലൂടെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ.